മോഹൻലാലും പത്മരാജനും മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കലാകാരന്മാരാണ്. പത്മരാജനും മോഹൻലാലും ഒരുമിച്ചപ്പോഴൊക്കെ മലയാള സിനിമയിലെ ക്ലാസിക്കുകളാണ് പിറന്നിട്ടുള്ളത്. ഇന്നും മലയാള സിനിമ പ്രേക്ഷകർ ആഘോഷിക്കുന്ന ചിത്രമാണ് പത്മരാജൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായെത്തിയ തൂവാനത്തുമ്പികൾ. ഇപ്പോഴിതാ മോഹൻലാലിനെയും പത്മരാജനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് സിനിമാ ഗ്രൂപ്പുകളിലടക്കം ആരാധകർ നടത്തുന്നത്. മോഹൻലാലിനുള്ളിൽ ഒരു പി പത്മരാജൻ ഒളിഞ്ഞിരിപ്പുണ്ടോ? രണ്ടുപേരുടെയും സ്വഭാവങ്ങളിൽ വലിയ സാമ്യങ്ങളാണ് ആരാധകർ കണ്ടെത്തുന്നത്. പത്മരാജൻ ധാരാളം ഫാന്റസി കഥകൾ എഴുതിയ ആളാണ്. ഇത്തരം ഫാന്റസികളോട് വലിയ ഭ്രമമുള്ളയാളാണ് മോഹൻലാലും. തനിക്ക് പത്മരാജനോടുള്ള സാമ്യത മോഹൻലാൽ തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നും പത്മരാജൻ തന്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവവും രീതികളും തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മോഹൻലാൽ മുൻപ് തുറന്നു പറയുകയുണ്ടായി. ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പത്മരാജന്റെ ഒരു പഴയ അഭിമുഖമാണ്. ദൂരദർശൻ നൽകിയ ഈ അഭിമുഖത്തിൽ പത്മരാജന്റെ ശരീരഭാഷയും സംസാര ശൈലിയുമെല്ലാം ഒരു മോഹൻലാൽ അംശമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകർ. പത്മരാജൻ മോഹൻലാലിനെ വളരെ സ്വാധീനിച്ചിരുന്നുവെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. നക്ഷത്രങ്ങളുടെ കാവൽക്കാരൻ എന്ന പേരിലാണ് പത്മരാജന്റെ അഭിമുഖം ദൂരദർശനിൽ വന്നത്. രഞ്ജി പണിക്കരും കെ രാജീവും എൻ അരവിന്ദാക്ഷനും എല്ലാം ചേർന്ന് നിർമ്മിച്ച അഭിമുഖ പരിപാടിയുടെ അവതാരകയായി എത്തിയത് നടി രോഹിണിയുമാണ്. ആകാശവാണിയിൽ അനൗൺസറായിരുന്ന പത്മരാജന്റെ സംസാര ശൈലി കേട്ടിരിക്കാൻ മനോഹരമാണ്. ഈ ശൈലിയാണ് ആദ്യകാലത്തെ മോഹൻലാലിന്റെ സംസാര ശൈലിയെ രൂപപ്പെടുത്താൻ സഹായിച്ചതെന്നാണ് മോഹൻലാൽ ആരാധകരുടെ കണ്ടെത്തൽ. പത്മരാജന്റെ ഒരു കഥ തന്റെ പേരിൽ പ്രസിദ്ധീകരിക്കാമോ എന്ന് വരെ താൻ ചോദിച്ചിട്ടുണ്ടെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ അത്രയേറെ ആത്മബന്ധം പത്മരാജനോട് മോഹൻലാലിനുണ്ടായിരുന്നു. മോഹൻലാലുമായുള്ള അടുപ്പത്തെക്കുറിച്ച് പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മിയും ചില അഭിമുഖങ്ങളിലൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ചും രാധാലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട്. പത്മരാജന്റെ മരണശേഷവും മോഹൻലാലിന്റെ അമ്മ തങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നുവെന്നും അവിടെ നിന്നും ഒരിക്കൽ തിരികെ പോകുന്ന വഴിയാണ് മോഹൻലാലിന്റെ അമ്മയ്ക്ക് വയ്യാതാകുന്നതെന്നും മുൻപൊരു അഭിമുഖത്തിൽ പത്മരാജന്റെ ഭാര്യ രാധാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ എന്ന സിനിമയെടുക്കാൻ ആദ്യം വന്നത് മറ്റൊരാളായിരുന്നുവെന്നും പിന്നീട് അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്നപ്പോൾ പടം നിന്നുപോയി എന്നും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ ഷൂട്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. ബാലനായിരുന്നു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ. ബാലൻ സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞു. എങ്കിലും സിനിമയ്ക്ക് വേണ്ടി ബാലൻ കുറച്ച് പൈസയൊക്കെ മുടക്കിയെന്നും അവസാനം ബാലന്റെ കയ്യിലെ പൈസ തീർന്നു. അങ്ങനെ മോഹൻലാൽ പെട്ടുതീർന്ന് പൈസയുമായി എത്തിയെന്നും രാധാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. പത്മരാജനും മോഹൻലാലും ഒക്കെ ഒരുമിച്ച് ഹിമാലയത്തിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും നടന്നു പോകാനായിരുന്നു അവരുടെ ആഗ്രഹമെന്നും ഈ അഭിമുഖത്തിൽ രാധാലക്ഷ്മി ഓർമ്മിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ ഇക്കാര്യമൊക്കെ കുറച്ചുകൂടി ഓർമ്മയുണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. മോഹൻലാൽ വളരെ നാണം കുടുങ്ങിയായിട്ടുള്ള വ്യക്തിയാണ് ണെന്നും അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കയറി പോകുന്ന ഒരാളല്ല എന്നും പത്മരാജൻ മരിച്ചതിനു ശേഷം എല്ലായ്പ്പോഴും വീട്ടിൽ വരുന്നത് മോഹൻലാലിന്റെ അമ്മ ശാന്തയായിരുന്നുവെന്നും രാധാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോഴൊക്കെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളുമായി ഒരാഴ്ച കൂടുമ്പോൾ മോഹൻലാലിന്റെ അമ്മ വീട്ടിൽ വരുമായിരുന്നുവെന്നും അമ്മയ്ക്ക് വയ്യാതാകുന്നത് വരെ അങ്ങനെ എത്തിയിരുന്നുവെന്നും ഒരിക്കൽ പത്മരാജന്റെ വീട്ടിൽ നിന്നും തിരികെ പോകുന്ന വഴിയാണ് മോഹൻലാലിന്റെ അമ്മയ്ക്ക് കാറിൽ വെച്ച് സ്ട്രോക്ക് വരുന്നതെന്നും രാധാലക്ഷ്മി പറഞ്ഞു. അതേസമയം 1991 ജനുവരി 23 പത്മരാജൻ വിട പറയുന്നത്. ഞാൻ ഗന്ധർവൻ എന്ന തന്റെ ചിത്രത്തിന്റെ പ്രിവ്യൂ കാണാനായി കോഴിക്കോട്ടെത്തിയ പത്മരാജനെ അവിടുത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 46 വയസ്സായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രായം. ഉറക്കത്തിലുണ്ടായ ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.